ഇത് വല്ലാത്തൊരു കഥയാണ്. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ. കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. ഈ സെഞ്ചുറി എടുത്ത് ഇത്തിനീട്ടവും പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഭ്രാന്താണെന്നോ? കഥ, സംഭാഷണം, പാട്ട്, ക്യാമറ, അഭിനയം എല്ലാം പുള്ളി ഒറ്റയ്ക്കാണ്. ഞാനൊരു വാർത്ത ഞാൻ കണ്ടത്, കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. നമ്മളെല്ലാം വെറും വിധികളാണെന്നാണ് അവളുടെ വിചാരം. നോക്കിയിരിക്കാതെ ഭാഗം ചോദിക്കണേ. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. ഇവനൊരു ഇത്തിരി കള്ളത്തരമുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ, അല്ലാണ്ടെന്താ പറയാ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? ഇപ്പൊ തന്നെ ഇവനെ കണക്കൊക്കെ തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നിർത്താൻ പറ്റില്ല.